വനം വകുപ്പ് ഓഫീസിൽ NGO യൂണിയന്റെ ഉപരോധ സമരം. സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥനെ ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നാണ് യൂണിയൻ നിലപാട്. സ്ഥലം മാറ്റം മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് NGO യൂണിയന്റെ ആരോപണം. സ്ഥലത്ത് ഇടതു വലത് യൂണിയൻ പ്രവർത്തകർ തമ്മിൽ നേർക്കുനേർ നിൽക്കുകയാണ്. സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയുമുണ്ട്. ഹലോ കണ്ണൻ നായർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. കണ്ണൻ, ദൃശ്യങ്ങളിൽ നമുക്ക് പോലീസിനെ കാണാം. പോലീസിനും സ്ഥിതി ശാന്തമാക്കാൻ കഴിയുന്നില്ലേ? ഇന്ന് മാറി വന്ന ആൾക്ക് ഡ്യൂട്ടിയിൽ കയറാൻ പറ്റുമോ? മാറി വന്ന ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിയിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് NGO യൂണിയൻ ഭാരവാഹികളുടെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. സ്ഥലം മാറി വന്ന ഉദ്യോഗസ്ഥൻ ഈ ഉദ്യോഗസ്ഥൻ അസോസിയേഷൻ നേതാവാണ്. സജു ബി നെറ്റോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെ ജോലിയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഈ NGO യൂണിയൻ്റെ തീരുമാനം. അതായത് 3 വർഷം ആയിട്ടില്ല ഇപ്പോൾ സ്ഥലം മാറ്റപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ ജോലി ആരംഭിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു സ്ഥലമാറ്റം അംഗീകരിക്കില്ല എന്നുള്ളതാണ് NGO യൂണിയൻ അനുകൂലികളുടെ ഭാരവാഹികളുടെയൊക്കെ തീരുമാനം. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥരാണ്, വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. അവർ പരസ്പരം ഏറ്റുമുട്ടുന്നൊരവസ്ഥയിലേക്ക്, ഉന്തും തള്ളുമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയുണ്ട്. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി, കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെത്തി. ഇപ്പോഴും വനംവകുപ്പ് ഓഫീസിൻ്റെ മുമ്പിൽ മുദ്രാവാക്യം വിളികൾ നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് NGO യൂണിയനിൽപ്പെട്ട പ്രവർത്തകരുടെ നേതാക്കന്മാരുടെ മുദ്രാവാക്യം വിളികളാണ്. അത് സ്ത്രീകളടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധവുമായി എത്തുകയാണ്. എന്നാൽ അവരാരും മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. നേരത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന, ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്ന, ഉന്തും തള്ളിലേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇവിടെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരെ മാനദണ്ഡങ്ങൾ ലംഘിച്ച്